ഒരു ഒരു വലിയ നമ്മൾ കാണുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളതിന് മുന്നേ കുറെ തവണയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഇപ്പോഴാണ് നമുക്കൊരു കൃത്യസമയം ഒത്തു വന്നത്. 6 വർഷമായില്ലേ? അല്ല, അതിനിടയ്ക്ക് നമ്മൾ കണ്ടു, പക്ഷെ കാര്യമായിട്ട് ഇരിക്കുന്നത് 6-7 വർഷമായി. അതെ അതെ. ഇപ്പൊ എനിക്ക് ശ്രാവൺ മുകേഷ് 2.0 എന്നൊക്കെയാണ് പറയാം. അത് ഇപ്പൊ പടം ഇറങ്ങി സുമതി വളവ്. അതെ അതെ, വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഒരു തിരിച്ചറിവ് വരുന്നത്. ആദ്യ സിനിമ ഒരു വർക്ക് ആവാതെ പോകുന്ന ഒരു നായകനെ സംബന്ധിച്ച് ഒരുപാട് അയാൾക്ക് പഴി ചാരേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ആക്ടറും കൂടെ ആകുമ്പോൾ അല്ലെങ്കിൽ ആക്ട്രസും കൂടെ ആകുമ്പോൾ ഫഹദ് ഫാസിലിനെ തന്നെ മുമ്പിൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എഴുതി തള്ളിയിട്ടുണ്ട് ആളുകൾ. ഓനെ കൊണ്ടൊന്നും പറ്റൂല സാറേ എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിയെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് എഴുതി തള്ളിയ ഒരുപാട് മലയാളികളുണ്ട്. അപ്പം അതുപോലെ തന്നെ ആദ്യ സിനിമയ്ക്ക് ശേഷം ശ്രാവണാണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒന്നും അത്രയും വന്ന് ആൾക്കാർ അത്രയും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. ഈ ഹാർഡ് ഫേസ് അത് എങ്ങനെയാണ് ഓവർകം ചെയ്തിരുന്നത്? എങ്ങനെയാണ്? ഒന്ന് നീ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത്ര ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഭാഗ്യം അത്ര ഫേസ് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷേ ഓഫ്കോഴ്സ് എനിക്കൊരു ബിഗ് ഡൈവേർഷൻ ആയിരുന്നു മെഡിസിൻ. ഐ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് പാത്ത് വേ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു എനിക്ക് ഇതൊന്നും ഫേസ് ചെയ്യാതിരിക്കാനും. കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ റാസൽ ഗമയിലുമാണ്. അവിടെ കിട്ടുന്നില്ല, നമ്മുടെ പടം ഇറങ്ങിയത് പോലും ഇല്ല ഈ റാസൽ ഗമയിലും യു എയിലൊന്നും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, അത്ര ആൾക്കാരൊന്നും അറിഞ്ഞില്ല. പിന്നെ കണ്ടിന്യൂസ് ഡോക്ടർ ശ്രാവണായി, കണ്ടിന്യൂസ് ആയിട്ട് ആ ലെവലിലൊന്ന് പിടിച്ച് പോയി. ഞാൻ ഇന്ന് ഓർക്കണം, ഞാൻ ഒരു ദിവസം മുകേഷ് സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ സമയത്ത് സാറ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, എൻ്റെ മകൻ നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്, ആളുകൾ പലരും അവനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്, ഇത്രയും കുറ്റം പറഞ്ഞാൽ എന്ത് തെറ്റാണ് എൻ്റെ മോനിൽ ചെയ്തത്. അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഒരു ഫോൺ കോൺവെർസേഷനിലാണ് സംസാരിച്ചത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു? എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള സമയം. അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ ഒരു ഹാർഡ് ഫേസ് വരുമ്പോൾ അച്ഛൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പം ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ട സമയത്ത് അച്ഛൻ വീണ്ടും നമുക്കൊന്നുകൂടെ ട്രൈ നോക്കാമെന്നൊക്കെ പറഞ്ഞൊരു കോൾ വന്നിട്ടില്ലേ? പിന്നെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടീവാണ് ഈ അഭിനയിക്കാൻ വേണ്ടി. അമ്മയാണ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്, പക്ഷെ അച്ഛൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ വാടാ നമുക്ക് നോക്കാം, വാ എന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയും ഇടയ്ക്കൊക്കെ. അപ്പം ഇപ്പം കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞ്, മോനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും, നല്ലതാണ്, ചാൻസ് ഒക്കെ കിട്ടും, കമോൺ ലെറ്റ്സ് ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രോത്സാഹിപ്പിച്ച് വിട്ടു വന്നത്. ഈ ഡോക്ടറാണ് എനിക്കറിയാം, ഞാനിപ്പോഴും കാണുന്ന വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ MBBS ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ ഉപരി വണ്ടികളുടെ ഒരു സ്റ്റാറ്റസിലാണ് ഞാൻ ഇന്ന് വരെ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ വാഹന പ്രേമമൊക്കെ എന്താണ്? വണ്ടിപ്രാന്തരാണോ? വളരെ വളരെ വലിയ. ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ സ്റ്റാറ്റസിൽ, വേറെ ഒന്നും കൂടുതലായിട്ട് വേറെ ഒന്നും കാണാറില്ല. കാരണം മെഡിസിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ആം എൻ എമർജൻസി ഫിസിഷ്യൻ. അപ്പം ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ്. എനിക്ക് ഏറ്റവും റിലീവ് ചെയ്യാൻ പറ്റുന്നത് വണ്ടികളും ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം എനിക്ക് പറ്റുന്ന ഇപ്പോൾ വെൻ ഐ ആം വർക്കിംഗ് എനിക്ക് കണ്ടിന്യൂസ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ചെങ്കിലും കാശൊക്കെ കുറച്ചൊന്ന് സേവ് ചെയ്താൽ ഈ വണ്ടി വേണം. ഞാൻ ഭയങ്കര വണ്ടി പ്രാന്തനാണ് ആക്ച്വലി. എനിക്ക് ഏറ്റവും ചിൽ ടൈം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് ഡ്രൈവിന് പോവാം, ലോങ് ഡ്രൈവിന്. അങ്ങനെയാണ്. അങ്ങനത്തെ ഭയങ്കര റിലാക്സിങ് ആണ് എനിക്ക് ഡ്രൈവിങ്ങും എല്ലാം. അത്ര ഇഷ്ടമാണ് വണ്ടിക്ക്. അതുകൊണ്ടാണ് സ്റ്റാറ്റസിലൊക്കെ ഞാൻ ഓൾറെഡി ഇത്രയും വണ്ടി ഞാൻ കേട്ടില്ലാത്ത വണ്ടികളിലൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലില്ലാത്ത വണ്ടികളുടെയൊക്കെ അത് ഒരെണ്ണം വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ആ വാൾപേപ്പറൊക്കെ ആക്കും, എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഇതൊക്കെ ആക്കും ആ വണ്ടി തന്നെ. അങ്ങനെ ഫോക്കസ് ചെയ്ത് ഒക്കെ ജോലിക്ക് പോയി തിരിച്ച് വന്ന് വീണ്ടും ഫോക്കസ് ചെയ്ത് അങ്ങനെയാണ് അങ്ങനെ കിട്ടുന്ന. ഈ സ്റ്റാർ കിഡ് ഒരു വണ്ടി മേടിക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ അവനവൻ്റെ കാശ് കൊണ്ട് മേടിക്കാന്നുള്ള ഒരു വളരെ പാടാണ്. ആ ഒരു ഈഗോ ഉണ്ടോ? ഈഗോ ഇല്ല, നമുക്കൊരു സന്തോഷമാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി മേടിക്കുന്ന പറഞ്ഞാൽ സംതിങ് ഡിഫറെൻറ്റ്. അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് അച്ഛൻ്റെ കയ്യിലെ കാശുണ്ടല്ലോ എന്നാൽ പിന്നെ അച്ഛൻ മേടിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊന്നല്ലല്ലോ. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് മേടിക്കുമ്പോൾ ഒരു നല്ല ഫീലാണ് അത്. പ്രത്യേകിച്ച് അങ്ങനെ ഓടിക്കുമ്പോഴും അതേപോലത്തെ കാശൊക്കെ. ഐ മീൻ ടു സ്പോർട്സ് കാർസ് മോസ്റ്റ്ലി. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രെസ് ഫ്രീ ആണ് കാറും ഡ്രൈവിങ്ങും. ഈ ഡ്രൈവിങ്ങും കാറെന്ന് പറയുമ്പോൾ സ്പോർട്സ് കാർ എന്ന് പറഞ്ഞപ്പോൾ ഈ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അത് ചിലർക്ക് കാർ ക്രൈസ് ഉണ്ട്, പക്ഷെ അവർ യാത്ര പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിലിട്ടേക്കുക, എടുത്തിട്ട് ചായ കുടിക്കാൻ പോവുക, തിരിച്ചു വരാം. ഈ ഒരു ക്രൈസുള്ള കാർ വണ്ടി ഭ്രാന്തന്മാരുണ്ട് നമുക്ക്. അത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന രീതിയാണ്. എങ്ങനെയാണ് അത്? ഞാൻ മിക്സാണ് ആക്ച്വലി. യാത്രകളും ഇഷ്ടമാണ്, എന്നാലും വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് രാവിലെ വന്ന് ഒന്ന് വാഷ് ചെയ്ത് കാണാനും അതിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനും കണ്ടുകൊണ്ടിരിക്കാനും അതും എനിക്കിഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, ഞാൻ വണ്ടി മേടിച്ച്
പിന്നീട് ഞാൻ വിൽക്കുമ്പോൾ അത് മേടിക്കാൻ വേണ്ടി ആൾക്കാർ വരും. കാരണം അത്രയും നല്ലതായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അയ്യോ അത് ശരിയാക്കണം, ചൂടത്തൊന്നും ഞാൻ പാർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെ അത്രയും ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത് വണ്ടികളിനൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെയാണ്, മിക്സാണ്. ഐ ലവ് ടു ഡ്രൈവ്. എന്നാൽ റാഷ് ഇങ്ങനത്തെ ഒന്നല്ല, അത് ഫൈൻ കിട്ടുമ്പോൾ മനസ്സിലാവും, നിർത്തും. ഓട്ടോക്കകത്ത് സുന്ദരി എന്ന് പറഞ്ഞ ഓട്ടോയോട് സംസാരിക്കുന്ന ലാലേട്ടനെയൊക്കെയാണ് എനിക്കിപ്പോ ഓർമ്മ വന്നത്. അതെ, സത്യം എനിക്ക് കുറെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. എടാ സോറി എടാ, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇഞ്ചിനൊക്കെ ഹീറ്റ് ആകുമ്പോഴേ സോറി ഫുൾ ചെയ്യാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതുവരെ വണ്ടി യുനോ നിർത്തുന്ന വന്നിട്ടില്ല. മീൻസ് പ്രോബ്ലമായിട്ട് ഹൈവേയിലോ സ്റ്റക്കായിട്ടോ ഒന്നും ആയിട്ടില്ല. ഇല്ല, അങ്ങനെ വണ്ടി ഓടി സംസാരിക്കുവോ? ഇങ്ങനെയൊക്കെ ഭ്രാന്തൊന്നല്ല കേട്ടോ, ഇരിക്കുന്നുണ്ട്. അങ്ങനൊന്നല്ല, ജസ്റ്റ് യഥാർത്ഥ വണ്ടി ഭ്രാന്തെന്നൊക്കെ മനസ്സിലാവും. അത്ര പാഷനറ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യ സിനിമകളിൽ അഭിനയിക്കുന്നു, അന്നും വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ട്രിവാൻഡ്രത്ത് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കുന്നു. ഇതും അതിനിടയ്ക്ക് കുറച്ചധികം വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നു. ഇത് ഓഡിഷൻ വഴിയാണ് വന്നത്. പിന്നീട് നമ്മളൊരു സെറ്റിലേക്ക് വന്ന് ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് ഇപ്പോൾ ഒരു ആക്ഷൻ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ കൂടെ പോകുന്ന ഒരു മൊമെൻ്റ് എന്തൊക്കെയായിരുന്നു? അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യ സിനിമയിലെ അഭിനയം ഇത്ര വർഷത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടാമത് വീണ്ടും പുതിയതായിട്ട് തന്നെ ഒരു റീലോഞ്ച് ചെയ്യപ്പെടുന്നു. ആ ഒരു സമ്മിശ്ര എന്താണ് ഫീലിങ്സ് എന്തൊക്കെയായിരുന്നു? അല്ല, ആദ്യം അഭിനയിക്കുന്ന പടത്തിൽ നീ ഉണ്ടായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞു, നമ്മളന്ന് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ അത് ഐ ഫീൽ നൗ എനിക്ക് കുറച്ചും കൂടി അറിയാം സിനിമയെ പറ്റി, കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിങ്ങിനെ പറ്റി, ഹൗ ടു ബിഹൈൻഡ് ദ ക്യാമറ ഓൾസോ ഐ എം സ്റ്റിൽ ലേണിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആണ്, എനിക്ക് അത്രയൊന്നും അറിഞ്ഞൂടാ. നിനക്കറിയാം, നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഐ ഫീൽ ലിറ്റിൽ ബിറ്റ് മോർ ഐ എം എഡ്യൂക്കേറ്റഡ് ഇൻ ദിസ് ഫീൽഡ്. അത് എനിക്കത് വേണമായിരുന്നു. ചുമ്മാ കയറി വെൻ യു സ്റ്റാർട്ട് സംതിങ് ബാക്ക്ഗ്രൗണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ദിസ് ടൈം. അങ്ങനെ ദൈവദിനം കൊണ്ട് എനിക്കൊരു നല്ലൊരു ഓപ്ഷനും കിട്ടി. സുമതി വളവ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ വലിയ കാസ്റ്റാണ് ഇതിനകത്ത്, കുറേ പേരുണ്ട്, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് കാസ്റ്റാണ്. ആക്ച്വലി ഞാൻ യങ്ങസ്റ്റ് കാസ്റ്റാണ് ഈ ആക്ടിങ് ഫീൽഡിൽ, യങ്ങസ്റ്റ് ആക്ടറാണ് ഇതിനകത്ത്. പക്ഷേ ഐ എം വെരി ഹാപ്പി ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക്സ് ടു അഭിലാഷ് ഏട്ടൻ, വിഷ്ണു. പിന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കംഫർട്ടബിൾ ആയിട്ട് ആക്കാൻ വേണ്ടി അർജുനുണ്ട്, ബാലുണ്ട്, ഗോകുലുണ്ട്. ഇപ്പോൾ ഒരു ബോയ്സ് ഗ്യാങ് പോലെയായിരുന്നു, നല്ല ഫാമിലി ടൈം ആയിരുന്നു. അപ്പം കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇതൊക്കെ ആക്ഷനൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് അത്രയും ടെൻഷൻ ഇല്ല. കാരണം ഇവരൊക്കെ ഉണ്ട്, എടാ നീ ഇങ്ങനെ ചെയ്യടാ അതെങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എടാപ്പോടാ ബന്ധമായി ഫസ്റ്റ് ഡേ തൊട്ട്. അപ്പം ഇറ്റ് വാസ് ഓക്കെ, കംഫർട്ടബിൾ ആയിരുന്നു.